റഷ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ബ്രെയിൻ ലേൺ ബെസ്റ്റ് ത്രൂ റിപ്പിറ്റേഷൻ ആൻഡ് ഗ്രാജുവൽ പ്രോഗ്രസ്. നമ്മൾ കുട്ടികൾ സ്മോൾ സ്റ്റെപ്സിലൂടെയാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരത് പഠിക്കുന്ന വഴി അവരുടെ ബ്രെയിനിൽ ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ആവുന്നുണ്ട്, ഒരു ന്യൂറൽ കണക്ഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആൻഡ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ലേണിംഗ് കൊടുക്കുമ്പോൾ ആ കണക്ഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയും അവർ പഠിക്കുന്ന കാര്യങ്ങൾ പെർമനന്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അത് കുറച്ചുകൂടെ ഓർത്ത് വെക്കാനും ലോങ് ടേം മെമ്മറി ആയിട്ട് ഇരിക്കാനുമുള്ള ചാൻസസ് കൂടുതലാണ്. പകരം നമ്മൾ റഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ പഠിക്കും, പിന്നീട് പെട്ടെന്ന് തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്മോൾ സ്റ്റെപ്സിലൂടെ പെർമനന്റ് ലേണിംഗ് ആണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ട്രേസിങ്ങിന്റെ ഒക്കെ ലെവലിൽ വരുമ്പോഴേക്കും നന്നായിട്ട് ട്രേസിങ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ട്രേസിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേർഡ് ഫോർമേഷൻ്റെ ലെറ്റർ ഫോർമേഷൻ്റെ ടൈമിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യില്ല. നമ്മൾ കുട്ടികളുടെ കയ്യിൽ പിടിച്ചാലേ എഴുതുള്ളൂ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ട്രേസിംഗ് ലെവലൊക്കെ നന്നായിട്ട് അച്ചീവ് ചെയ്യുന്ന കുട്ടിക്കായിരിക്കും ലെറ്റർ ഫോർമേഷൻ ആൻഡ് ലെറ്റർ റൈറ്റിംഗ് ഈസി ആയിട്ട് ഉണ്ടാവും. സ്കിൽ മാസ്റ്ററി ഹാപ്പൻസ് ഇൻ സ്റ്റേജസ്, നോട്ട് ഓൾ അറ്റ് വൺ. ഒരു കുട്ടിയും പെട്ടെന്ന് ഒരു സ്കില്ല് പഠിക്കുന്നുണ്ടാവില്ല. ലേണിംഗിൽ കുറെ സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിനനുസരിച്ചിട്ടായിരിക്കും കുട്ടികൾ സ്കിൽസ് പഠിക്കും. ഇപ്പോൾ പ്രീവിയസ് നോളേജ് ഉണ്ടാവും, ആ പ്രീവിയസ് നോളേജിനെ ബേസ് ചെയ്ത് നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കുന്നുണ്ടാവും. ഇപ്പോൾ പ്രീവിയസ് നോളേജ് ആയിട്ടുള്ള സ്കില്ല് കുട്ടി കറക്റ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് പുതിയ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ കുട്ടിയുടെ ലേണിംഗ് പ്രോപ്പർ ആയിട്ട് വരത്തില്ല. കുട്ടികൾ നമ്മളിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് ഇരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡിങ് പഠിപ്പിക്കുവാണ്, കുട്ടികൾക്ക് സൗണ്ട്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല. നമ്മൾ സൗണ്ട്സ് അവർ ഏകദേശം ഒക്കെ ചെയ്തു വന്നു എങ്കിൽ പിന്നെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് വേഗം റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സൗണ്ട്സിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് റീഡിങ് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ റീഡിങ്ങിൽ നമ്മളിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. നമ്മളൊന്ന് സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മൂളണം, ഇല്ലെങ്കിൽ നമ്മളൊന്ന് തലയാട്ടണം, നമ്മുടെ ഒരു അഷ്വറൻസ് വേണം എന്നുള്ളൊരു നമ്മളിൽ ഒരു ഡിപ്പെൻഡൻസി അവർ ക്രിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഒരു സ്കില്ല് പ്രോപ്പർലി ഫിനിഷ് ആയിട്ട് അടുത്ത സ്കില്ല് ബിൽഡ് ചെയ്യാന്നാണ് കുട്ടികളുടെ ലേണിങ്ങിനെ എപ്പോഴും നന്നായിട്ട് വരും. സ്മോൾ സ്റ്റെപ്സ് ബൂസ്റ്റ് കോൺഫിഡൻസ് ആൻഡ് അച്ചീവ്മെന്റ്. ചെറിയ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ ചെറിയ അച്ചീവ്മെന്റ് വരുമ്പോഴും ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും. അവർ വളരെയധികം ഹാപ്പി ആവുകയും കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആവുകയും ചെയ്യുന്നുണ്ടാവും. അല്ല, നമ്മൾ റഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നമ്മളുടെ ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കും ആ സ്കിൽ അച്ചീവ് ചെയ്യുന്നത്. അപ്പം അവർക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്കിൽ അച്ചീവ് ചെയ്തതിന്റെ സന്തോഷവും കാര്യങ്ങളും ഒന്നും കറക്റ്റ് ഒരു ഇൻഡിപെൻഡന്റ്ലി അച്ചീവ് ചെയ്ത കുട്ടിയുടെ അത്രയും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല.